കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് 10-ാം തീയതി രാത്രിയാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഞ്ചത്തൂർ അടുക്ക എന്ന സ്ഥലത്ത് മുഹമ്മദ് ഷെരീഫ് എന്നയാൾ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ തൊട്ടടുത്ത ദിവസം ഇൻക്വസ്റ്റൊക്കെ നടത്തിയ അന്വേഷണത്തിൽ അത് കൊലപാതകമാണെന്ന് മനസ്സിലായി. തുടർന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണ സംഘം കേരളത്തിലും കർണാടകത്തിലുമായി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ഏകദേശം 208ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചു. ഇതുകൂടാതെ തന്നെ 5 സംഘങ്ങൾ CCTV ക്യാമറകൾ നിരീക്ഷിക്കാനും ബാക്കിയുള്ള 5 സംഘങ്ങൾ അവിടെ കർണാടകയിലെയും കേരളത്തിലെയും ഓട്ടോ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ഇങ്ങനെ നടത്തിയ അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലൂ ലഭിക്കുകയും ആ ക്ലൂവിനെ പിന്തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും അതിൽ നിന്നാണ് നമ്മൾ അഭിഷേക് ഷെട്ടി എന്ന പ്രതിയിലേക്ക് എത്തിയത്. ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി കർണാടക പോലീസിൻ്റെ സഹായം ഉണ്ടായിരുന്നു. കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രതിയെ പിടികൂടിയത്. കൊലപാതകമാണെന്നറിഞ്ഞ് 48 മണിക്കൂറിനകം പോലീസിനെ ഈ പ്രതികളെ കണ്ടെത്താൻ ആയി. കാസർഗോഡ് DSP സുനിൽകുമാർ, മഞ്ചേശ്വരം IP അനൂപ്, അതുപോലെ SIമാരൊക്കെ നേതൃത്വത്തിലുള്ള വളരെ മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയിട്ടാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. ഒരേ സമയം സയൻറ്റിഫിക് മാർഗത്തിലൂടെ അതുപോലെ മറ്റുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടാണ് നമ്മൾ പ്രതികളിലേക്ക് എത്തിയത്. ഈ അന്വേഷണ സംഘാംഗങ്ങൾ കഴിഞ്ഞ ഈ കൊലപാതകമാണെന്ന് അറിഞ്ഞതിന് ശേഷം 48 മണിക്കൂറും രാവും പകലുമാണ് പ്രതികളെ പിടികൂടാൻ വേണ്ടി വളരെ മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ മനസ്സിലായതെന്ന് വെച്ചാൽ 6 മാസം മുമ്പ് ഈ പറഞ്ഞ നമ്മുടെ കേസിൽപ്പെട്ട പ്രതി അദ്ദേഹം സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറാണ്. ഒരു ബസ് സൈഡ് കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മരിച്ച മുഹമ്മദ് ഷെരീഫുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഈ മുഹമ്മദ് ഷെരീഫ് ഈ കാര്യമായിട്ട് ഓട്ടോ സ്റ്റാൻഡിലെ മറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞു എന്ന് പ്രതി പറയുന്നു. അങ്ങനെ അതിനുശേഷവും ഈ ബസ് ടൗണിലേക്ക് കൂടി ഓടിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാർ സൈഡ് കൊടുക്കാത്ത വിഷയമുണ്ടാകുകയും അതിൻ്റെ ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് പ്രതി ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് പ്രതി കൃത്യം ചെയ്തിരിക്കുന്നത്. പ്രതി സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലഹരിയും ഈ കൊലപാതകത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ നേരത്തെ 4 കേസിൽ പ്രതിയാണ്. അതിൽ 3 മയക്കുമരുന്ന് കേസാണ്. കഞ്ചാവ് ഉപയോഗിക്കുന്നതെന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. പ്രതി നേരത്തെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഐസൊലേറ്റ് ഒഴിഞ്ഞൊരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഈ ഓട്ടോറിക്ഷയിൽ കയറി നേരെ ഇങ്ങോട്ടേക്ക് വാടക വിളിച്ചിട്ട് ഇവിടത്തേക്ക് വരികയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് പ്രതി കൊലപാതകം നടത്തിയിരിക്കുന്നത്. പ്രതി ഓട്ടോറിക്ഷയിൽ തന്നെ പ്രതി ഇതിൻ്റെ കഴുത്തിൽ കുത്തുകയും പിന്നെ പുറത്തിറങ്ങി ഓടുമ്പോൾ പിറകെ പോയി പിടിവിലിയായി ഈ കിണറ്റിലേക്ക് തള്ളിയെടുക്കുകയായിരുന്നു. അത് അന്വേഷിച്ച് വരികയാണ്. കാരണം പ്രതിനെ വളരെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പ്രതിനെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. വേറെ എന്തെങ്കിലും സഹായമുണ്ടോ എന്നുള്ള കാര്യം വിശദമായിട്ട് കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്തും. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പ്രതിയിൽ നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. പ്രതി മുടിയൊക്കെ മാറ്റി പരാതിക്കാരനത് മനസ്സിലായില്ല. കാരണം പ്രതി നേരത്തെ ഫുള്ള് മുടിയുള്ള ആയിരുന്നു. അപ്പോൾ മുടിയൊക്കെ മാറ്റി പെട്ടെന്ന് പരാതിക്കാരൻ രാത്രി കൊണ്ട് മനസ്സിലായില്ല. അത് ഈ പരാതിക്കാരന് അങ്ങനത്തെ വൈരാഗ്യം അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടുണ്ടല്ല. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മദ്യം കഞ്ചാവൊക്കെ ആകുമ്പോൾ അത് കടിക്കുമ്പോൾ ഇതാണ് എന്നുള്ളൊരു തോന്നലായിരിക്കും. അദ്ദേഹം പരാതിക്കാരൻ്റെ കാര്യം പറഞ്ഞ് അത് വിട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് പ്രതി പറഞ്ഞത്. ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ നമുക്കറിയാമല്ലോ, ഇത് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ മനസ്സിൽ പഴയ വൈരാഗ്യമൊക്കെ പുറത്തു വരും. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇത് കൊലപാതകം എന്നാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒറ്റക്കാണെന്ന് മനസ്സിലായത്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വെച്ച് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. വെരിഫൈ ചെയ്താൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. അത് സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുന്നത് വൈക്കമ്പാടി സ്റ്റാൻഡിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. വൈക്കമ്പാടി ഇല്ല, ഇതുവരെ അന്വേഷണത്തിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചൂതാട്ടം എന്ന് വെച്ചാൽ അവിടെ ഡേയിലിങ്ങനെ കളിച്ച് പോകുന്നു എന്ന് പറയാം. അതുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. ഇതുവരെ അന്വേഷണത്തിൽ അങ്ങനത്തെ ബന്ധമൊന്നും മനസ്സിലായിട്ടില്ല. ഇയാൾ നേരത്തെ ഒരു 1-2 പ്രാവശ്യം അവിടെ വന്നിരുന്നു എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. ഈ സ്ഥലത്ത് ഇതേ നേരത്തെ വന്നിരുന്നു. അദ്ദേഹത്തിന് അവിടെ കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ട് നമ്മളിപ്പോൾ അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണ്. അതിനാണ് പ്രതിയെ കസ്റ്റഡിയുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതികളെ ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതിൻ്റെ കുറച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങൾ കണ്ടെത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രതി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അന്വേഷണ ഘട്ടത്തിലാണ്. അപ്പോൾ അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അന്വേഷണത്തെ നമ്മൾക്ക് ബാധിക്കുന്ന കാര്യമാണ്.